രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷായ് സാറിന്റെ ബോഡി കൺട്രോൾ ചെയ്തു. അത് കൈ മാത്രമേ എന്റെ ഉള്ളൂ, അടിച്ചത് ഞാനല്ലോ. എടോ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലടോ. ഒരു മെന്റൽ മിസ്റ്റേക്കില്ല, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അളിയ, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവള് പറഞ്ഞു. അളിയ, കുടുംബ പ്രശ്നം തൽക്കാലം അവിടെ നിൽക്കട്ടെ. അളിയൻ എന്തിനാണ് ഈ കോളേജിൽ കിടന്ന ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത്? കുറച്ചാളായി ഞാനും ശ്രദ്ധിക്കുന്നു. 5-10 വർഷമായി ഞാൻ ആ കോളേജിൽ പട്ടിയെ പോലെ പണിയെടുക്കുന്നു. ഇത്രയും കാലത്തിന് ശേഷം അർഹിക്കുന്ന ഒരു പോസ്റ്റ് കിട്ടിയതും ഇപ്പോഴാണ്. ആരോ എന്നെ നിയന്ത്രിക്കുന്ന പോലെ. രണ്ട് പെട്ട് വെച്ച് കാണാം. മനസ്സിലായി, കുട്ടിക്കാനത്ത് എനിക്കറിയാത്തൊരു പോയി കണ്ടാലോ? അതൊക്കെ ഇതിന് ശരിയാവൂ? ശരിയാവും, അനുഭവമുണ്ട്. ഇന്ന് വൈകിയല്ലോ, ഒന്ന് ഇറങ്ങിപ്പോയി സാർ. പഠിപ്പിച്ച സാറാന്ന് നോക്കൂലേ. നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? ആവശ്യമൊന്നുമില്ല. ഏത് ഡോക്ടർ മനസ്സിലുള്ളതെന്ന് പറഞ്ഞ? വേറെ കുഴപ്പമൊന്നുമില്ല. കത്തനാരച്ചന്റെ അടുത്ത് അതെ ഒഴിവളിയാ. ഇവിടെ ഒരാൾ നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല, പോകേണ്ടവർക്കല്ല. ഓ, ഷാജി സാർ, ഹൗ ഡു യു ഡു? നിനക്ക് കൂടോത്ര വശമുണ്ടല്ലടാ പട്ടി. ഉണ്ടെങ്കിൽ അവന്റെ ഒരു മാല അരഞ്ഞാണോ? பின்னாடி சட்டையில ஜாக்கி சான்ல ஒரு ஒயிட் புள்ளி வந்திருக்கல். ഞാനെങ്ങനെയാ ഷാജി സാറിന്റെ ബോഡി കയറിയത്? ഇതിനെല്ലാത്തിനും കാരണം ഈ രഞ്ജിത്ത് സാറാ. അല്ല, ഞാൻ ഷാജിയാണ്. ഞാൻ നിങ്ങളെ പോലെ പെട്ടിരിക്കുക. ദിസ് ഈസ് മൈ ബോഡി. ജിതിനെ, എന്റെ ഊഹ ശരിയാണെങ്കിൽ രഞ്ജിത്ത് സാർ ഇപ്പൊ കയറിയേക്കുന്നത് നിന്റെ ഒറിജിനൽ ബോഡിക്കകത്തോട്ടാ. എന്റെ ബാക്ക് ഇങ്ങനെയാണോ? എടാ, എന്തൊക്കെയാടാ നമ്മൾ കാണിച്ചു കൂട്ടിയത്? വെയിറ്റ്, ഇവിടെ നടന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എടാ, നിന്റെ ഈ ലെക്ചറടി നിർത്തിയിട്ട് എന്റെ ഈ ബോഡിയിലേക്ക് എങ്ങനെ തിരിച്ചു കയറാൻ പറ്റുമെന്ന് പറ. അല്ല വെയിറ്റ്, നമ്മൾ ഈ കളി കളിച്ച് തീർത്തു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ എന്നാണ് എനിക്ക് തോന്നണേ. സത്യമായിട്ടും. എടാ, പിന്നെ എത്രയും പെട്ടെന്ന് കളി തീർക്കാൻ വാ. ഉറപ്പാണോടെ? അതുപോലെ പാട്ടും പഴുതാരയും ഒരു റൂം ഇല്ല. ജിതിൻ, കേരളത്തിലുണ്ട് പോയി അടി. கோத்து விட்டாங்கல்ல. ഡൈസ് കിട്ടിയോ? കിട്ടിയില്ലേ സാറേ? ഡൈസ് അത് കൊടുത്തോണ്ട് പുറത്തോട്ടോ. അയ്യോ, ഓടി. അയ്യോ, തല. ആരാണ് പാർട്ടിക്കാരെ വിളിച്ചോണ്ട് വന്നേ? എന്റെ ബോഡിക്കല്ലേ? വാ, നിങ്ങളോട് அவர் அவரே காப்பாத்திக்கிறாரு.
നീ ഇടിക്കണം നിന്റെ മുഖത്ത് തന്നെയാടാ. ചുമ്മാ ചിരിക്കല്ലേ സാറേ, ഇത്രയും നടന്നു വെച്ചിട്ട് ഇനിയുള്ള കാലം സാറ് ഞാനായിട്ട് ജീവിക്കേണ്ടി വരും. എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലോ. ചുമ്മാ മാസടിക്കല്ലേ സാറേ, എനിക്കറിയാം സാറിന് വേണ്ടത് സാറിൻ്റെ ശരീരം തന്നെയാണ്. രഞ്ജിത്ത് സാറേ ഇങ്ങോട്ട് ഇപ്പം ഈ കുരുക്കിന്ന് രക്ഷപ്പെടണമെങ്കിൽ സാറിന് നമ്മുടെ സഹായം വേണം. സാറിൻ്റെ പെട്ടിയും താക്കോലും എല്ലാം നമ്മുടെ കയ്യിൽ. എന്താടാ ഭീഷണിയാണ്? സാറേ ഞാൻ പറയുന്നത് സാറൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ജീവിതം വെച്ച് സാറ് കളിച്ച കളിക്ക് സാറിനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ സാറിൻ്റെ കൂടെ നിൽക്കാം. അടിയും പ്രതികാരമൊക്കെ അവരവരുടെ ബോഡി കയറിയതിന് ശേഷം മതി. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്നോ ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. അറിയാം, എനിക്കറിയാം. ഇതാ നോക്കിക്കോണേ. രഞ്ജിത്ത്, ഫ്ലാഷ് എക്സ്പ്ലെയിൻ பண்ணுவாங்க. ജിതിൻ, அந்த ஸ்பீடி ഷാജി സാറിനെ കൺട്രോൾ ചെയ്ത്. ഡിഫറെന്റ് വേൾഡ്സ്. രഞ്ജിത്ത് സാറ് പിന്നെ ജിതിനെയും കൺട്രോൾ ചെയ്ത്. കളി പെട്ടെന്ന് തീർക്കാനുള്ള ആവശ്യത്തിൻ്റെ ഇടയിൽ ജിതിൻ കയറി രഞ്ജിത്ത് സാറിനെ വെട്ടി. ആദ്യത്തെ വെട്ട് ക്യാൻസൽ. ഈ സമയത്ത് ഷാജി സാറ് ജിതിനെ വെട്ടി. ജിതിൻ പോയിട്ട് രഞ്ജിത്ത് സാറിനെ പിന്നെയും വെട്ടി. ഈ ലൂപ്പ് കാരണം പരകായ നിയന്ത്രണം മാറി പരകായ പ്രവേശമായി. പരകായ എന്തോടാ? അല്ല, ബോഡി കൺട്രോൾ മാറി ബോഡി സ്വാപ്പായി. ഇപ്പൊ മനസ്സിലായ? ഇത് കളിയുടെ നിയമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ട് തന്നെ കളി തീരുമ്പോ എല്ലാം പഴയ പോലെ തന്നെ ആവും. ശരിടാ, തീർത്തേക്കാം. നീ ഷാജിനെ വിളിച്ച് ഡൈസ് കൊണ്ടുവരാൻ പറ. എടാ നീ ഷാജി സാറിനെ വിളിച്ചേ. എടാ പുള്ളി ഇവിടെ ഉണ്ട്. എടാ ഇത് ഷാജി സാറിന്റെ ഫോണിലേക്കാണ് നീ വിളിക്കുന്നത്. അല്ല ഞാൻ എന്നെ വിളിക്ക്. ഷാജി സാറിന്റെ കൂടെ അവനെ ഉള്ളേ. அவனும் நடக்கும். அவரு மாதிரியே பண்றாருல. நீ புடிச்சிச்சு போலுதுடா. நல்லா இருக்கேன். வரமாட்டான் போலுது. എടാ ഹലോ, എടാ നീ മെക്കാനിക്കൽ ലാബിലോട്ട് ഷാജി സാറിനെ വിളിച്ചോണ്ട് വരാം. എടാ ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞേ. ഷാജി സാറിന്റെ ഐസ് എടുത്ത് രഞ്ജിത്ത് സാറിന്റെ കാറും കൊണ്ട് എങ്ങോട്ടോ പോകുന്നടാ. രഞ്ജിത്ത് സാറിന്റെ നമ്പർ ഇങ്ങനെ. എന്റെ നമ്പർ എന്തിന്? രഞ്ജിത്ത് സാറിന്റെ നമ്പറിൽ വിളിച്ചാലല്ലേ ഷാജി സാറിനെ കിട്ടത്തുള്ളൂ. ഹലോ, ആ ഷാജി സാറേ, ആ ഡൈസുമായിട്ട് വേഗം കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞ? ഞാൻ ഈ രഞ്ജിത്തായിട്ട് തന്നെ ഒന്ന് അർമാദിച്ചാലോ എന്ന് ആലോചിക്കുക. സാറിന് എന്താ ഇത് പ്രാന്തായ? സാറ് രഞ്ജിത്തായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സാറിന്റെ ജീവിതം. എന്റെ ജീവിതം അല്ലേ? എനിക്ക് അവൻ തന്ന പണിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? അവൻ അടുത്ത് തന്നെ ഇല്ലേ? ചോദിച്ചു നോക്ക്, അവൻ പറയും. சூரஜ் தானே பண்ணுகிறது. ഇനി എന്ത് ചെയ്യും? அவளுக்கு கொஞ்சம் ஸ்பாயில் பண்ணலாம்னு பார்த்தேன். கண்டுபிடிச்சிச்சு அது. രഞ്ജിത്ത് സാർ, ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ടൈം. ரொம்ப சர்ப்ரைஸ்ல இருந்தார்ல, என்ஜாய் பண்ற போல லைஃப். അയ്യേ, അക്വരത്തിലും മത്തിനിട്ടവലുണ്ട്. அவரு மாதிரியே பண்றாருல பாடி லாங்குவேஜ். மூணு பேரும் ஸ்டடி பண்ணிருக்காங்க. மூணு பேரும் ആ ഷാജി സാർ അവിടെ രഞ്ജിത്ത് സാറായിട്ട് ജീവിച്ച് തകർക്കുക. അയാളിനെ ആ ഡൈസ് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ നിങ്ങൾ എല്ലാരും കൂടെ പോയി ആ ഷാജി സാറിന്റെ കയ്യിന്ന് ഡൈസ് എങ്ങനെയെങ്കിലും തപ്പിയെടുത്തിട്ട് വാടാ. സത്യത്തിൽ ഷാജി പാവാണ്. NSSന്റെ അവയവദാന ക്യാമ്പ് എടുക്കുക. സാറിന്റെ കണ്ണെന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ. കണ്ണ മാത്രമേ ഉള്ളൂ? അല്ല, വേറെ ഓർഗൻസ്. ഹാർട്ട് എടുക്കൂലേ നിങ്ങള്? ആ എടുക്കും. കിഡ്നി എടുക്കൂലോ അല്ലേ? ആ എടുക്കും. അത് കലക്കി. அதுவும் தேங்க்யூ. இங்க அவர் பார்த்தா ஒன்றும் விருப்பம் அவரு. വാ ഇപ്പൊ പോയ സാധനം കിട്ടും. ഷാജി ഫയറാടാ. പുച്ഛിച്ച് തള്ളിയില്ലടാ. ചമന്റെ ജിതിനെ തപ്പാൻ. സോറി സാർ. ജിതിനെ തപ്പാവുന്നിടത്തൊക്കെ നമ്മൾ തപ്പി.
ഇനി നമ്മൾ എന്ത് ചെയ്യും? സാർ എന്തിനാ ചിരിക്കുന്നത്? ആ ഷാജിനെ ഒരു 10 മിനിറ്റ് എൻ്റെ എത്താ, ഞാൻ സാധനം എടുത്തുതരാം. എന്റെ പൊന്ന് സാറേ, ഈ അവസ്ഥയിൽ ഞാനോ സാറോ പുറത്തിറങ്ങിയ പ്രശ്നമാണെന്ന്. പിന്നല്ലാതെ നീ കോളേജിൽ കയറി പിള്ളേരുടെ കയറി ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്യേണ്ടി വരും. സാറ് ചിലപ്പോൾ ഇങ്ങനെ പോയി ക്ലാസ് എടുക്കേണ്ടി വരും. എന്തിനാ വെറുതെ ടെൻഷനാണ്, കൺഫ്യൂഷനാണ്. പറ്റില്ല. അല്ലാതെ ഈ കാർട്ടൂണുകളെ കൊണ്ടൊന്നും നടക്കില്ലല്ലോ. ഷാജി സാറിന്റെ അടുത്ത് സാറിനെ എത്തിച്ചു എന്നിരിക്കട്ടെ. സാറിനെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും. അത് ഞാൻ ഈ വീഡിയോ സമ്മതിക്കില്ല. ജിതിൻ പറയട്ടെ, അല്ല ഷാജി സാർ പറയട്ടെ. பின்னாடி போர்டில் எழுதி வச்சிருக்காரு பாரு. പറയ്, സാറിനെ അങ്ങനെ വിശ്വസിക്കും. ഇതേ ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിച്ചു. ആ ബോർഡും ഡൈസും താക്കോലും ഒരുമിച്ച് ഇട്ട് അതൊരു തേങ്ങ നടക്കാൻ പോകും. ஒரு ஒன் பீஸ்லாம் പിന്നെ ആ ഡൈസ് ഇട്ട് കഴിയുമ്പോൾ നീയൊക്കെ എനിക്കിട്ട് മടിയില്ലെന്ന് എത്ര ഉറപ്പ്? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഡൈസ് കിട്ടുന്ന ഒരു ബോർഡ് എൻ്റെ ഇരിക്കട്ടെ, താക്കോലും എൻ്റെ കയ്യിലും. ஓ അത് വേണ്ട. ബോർഡ് എൻ്റെ ഇരിക്കട്ടെ, താക്കോല് സാറിൻ്റെ ഇരിക്കട്ടെ. സാറെന്താ വിചാരിച്ചത്? സാറിന് മാത്രമേ വേറൊരാളുടെ ശരീരത്തിൽ കൂളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ചെയ്തത് തെറ്റായി പോയി എന്ന് ഷായി സാറിന് ഒരു ദിവസം മനസ്സിലാവും. അപ്പൊ സാറ് തന്നെ ആ ഡൈസുമായിട്ട് വരും. അതുവരെ സാർ അത് വെച്ച് ലൂഡോ കളിച്ചു. ഗുഡ് മോർണിംഗ്. ഹലോ, ഈ ബോർഡൊന്നും തുടക്കണമല്ലോ. എന്താ നിനക്ക് കയ്യിൽ? സാറിന് വിളിക്കുന്ന ഇവിടുത്തെ ഒരു സമ്പ്രദായം. അത് ചോദിച്ചു വാങ്ങുന്നവരെ ബഹുമാനിക്ക് ഇച്ചിരി പാടാം. നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബഹുമാനിക്കണം. ഡയലോഗ് അടിക്കാതെ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് എന്റെ അണ്ണാക്കിലെ പിരിവെട്ടിയ? അണ്ണാക്കിലെ പിരിവെട്ടിയാന്ന് ഞാനുള്ള സീൽക്കാരമോ? നീ വാ 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 വാ. அவர் ஆஃப் ஆயிட்டாரு. വിളിച്ചപ്പോ തന്നെ വരവുള്ള ഭ്രാന്തൻ. അമുക്കിടാവണ ആ ഡൈസ് എവിടാ? എൻ്റെ കയ്യിലില്ല. നിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാടാ. നീ അതെവിടെ ഒളിപ്പിച്ചു വെച്ചാന്നാണ് ചോദിച്ചത്. താൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരിക്കൽ എന്നോട് ചെയ്തതാ. എനിക്കെന്നോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു അംശം പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നിനക്കിട്ട് പണിയാനാണെങ്കിൽ എനിക്ക് മന്ത്രവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, സാധനം എൻ്റെ കയ്യിലുള്ളവരെ താൻ ഒന്നും ചെയ്യില്ല. പറടാ. കൊന്നാലും പറയില്ല രഞ്ജിത്തെ. എനിക്ക് ചെറിയ കേസിനൊക്കെ ചാവണം. ചാവ എനിക്ക് പേടിയില്ല. പക്ഷേ എന്തൊന്നാലും താൻ എന്നെ കൊല്ലെന്ന് എനിക്കറിയാം. നീ കൂടുതലും ഊഹിക്കല്ലേ. കൊല്ലം കൊന്നു. കമോൺ പറ. പറ. அவர் தானே மாட்டுவாரு. പറ. ഞാൻ പറഞ്ഞില്ലേ തനിക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. സാറേ, ഇയാള് മരിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ലെന്ന്. സാറെന്തിനാ അയാളെ കൊല്ലാൻ നോക്കിയത്? അതിന് ചത്തൊന്നുമില്ലല്ലോ. സാറിന്റെ പിള്ളേരുടെ മാത്രം. സാറാ? അത് ഞാൻ മുട്ടിയപ്പോ കയറിയതാ. അയാളെ കൊല്ലൂന്ന് പറഞ്ഞത് ഇനി ജന്മം ചെയ്ത അതിന് നീ എന്തിനാ അവർക്ക് അതിൻ്റെ ഇടയിൽ കയറി വന്നു? കുറച്ചുകൂടെ വരട്ടിരുന്ന സാധനം കിട്ടിയാൽ. എന്താ നിന്റെ അത് നോക്കി ഓടിക്കടാ. സാറേ, ഇവിടെ വെച്ച് തന്നെ നിനക്ക് ഇന്ത്യയുടെ മാർക്ക് വേണോ? സിബിറ തീർന്നിട്ടില്ല. മതി. ഇനിയിപ്പോ എന്തായാലും ഡൈസ് കിട്ടില്ല. അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം നീയാണ്, അത് മറക്കണ്ട. സാറേ പറയൂ സിബിറ, അതെന്റെയാണ്. എന്തെങ്കിലും കുഴപ്പം പറ്റിയ എനിക്കാണ് പ്രശ്നം. സാറേ, നമ്മൾ രണ്ട് ഇവിടെ നിൽക്കുന്ന കൂടുതൽ പ്രശ്നമാകത്തേ ഉള്ളൂ. നമുക്ക് കണ്ണൻ്റെ വീട്ടിലേക്ക് പോകാം. നീ പറഞ്ഞിടത്തൊക്കെ ഞാൻ എന്തിനാണ് മോനെ? ഞാൻ ഒരു കാര്യം പറയാം.
നിനക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നീയൊക്കെ എൻ്റെ സഹായം ചോദിച്ചു വന്നത്. എനിക്ക് എൻ്റെ രീതിയിലേ സഹായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഹായം വേണമെങ്കിൽ എനിക്കിട്ടുണ്ടാക്കരുത്. പെട്ടാ. ഒരു സൈഡിൽ ഞാനായിട്ട് ജീവിക്കുന്ന രഞ്ജിത്ത് സാറും മറു സൈഡിൽ ചത്താലും ഡൈസ് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞ ഷായി സാർ. നീ അയാളോട് സംസാരിച്ച? ഇല്ല, ഞാൻ ഷായി സാറിന്റെ ഫ്രണ്ടിൽ ചെന്ന് ക്യാബറേ കളിച്ചു. എടാ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ, ഇനി മുതൽ നീ ഷാജി സാറിന്റെ കൺവെട്ടത്തിൽ തന്നെ ഉണ്ടാവണം. നീ രഞ്ജിത്ത് സാർ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഷാജി സാർ ഡൈസ് എവിടെയോ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. കൊല്ലത്തെ ആർട്സ് ഡേക്ക് സാറിന് സ്റ്റാഫ് കൺവീനർ ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ചീഫ് ഗസ്റ്റ് ബേസിൽ ജോസഫാ സാർ. ബേസിൽ ജോസഫ് ഫാസ്റ്റ് ഫാസ്റ്റിൽ കിട്ടുമോ? നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കുറവാണ് സാർ. ചെറുപഴം ചോനപ്രാശോ താപ്പിയോ ചിലപ്പോ ദശമൂലം കാണും. അതുകൊണ്ട് എടാ ജിതിനെ, ഈ ഡെറിവേഷൻ ഒന്ന് പറഞ്ഞുതരാവോ? എത്ര നാളതിന് സപ്ലി ഒന്നും ഇല്ലാതല്ലേ പഠിച്ചത്? അതുപോലെ തന്നെ അങ്ങ് പഠിച്ചാ മോളെ ഞാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ കേട്ടോ. താൻ പോടും. ആ ചെടിച്ചട്ടിയുടെ അടിയിലോ മാറ്റിന്റെ അടിയിലോ ഒക്കെ നോക്ക്. ഇയാളിത് എവിടെ കൊണ്ടുവച്ചേക്ക്? നീ കാണണം. സമയം പോടുന്നു. പത്രണ്ടോടി പട്ടി അവിടെ കിടന്നോണ്ടി രക്ഷപ്പെട്ട്. എടാ, എനിക്കൊന്ന് സ്വസ്ഥായിട്ട് അടിച്ച് ബോധം കിടണം. എന്തോടാ ഇതുവരെ ഇല്ലാത്ത ശീലമൊക്കെ? എടാ, ഞാൻ അടിച്ചാലും തുള വീഴുന്ന ഷാജിയുടെ ഈ ശരീരമല്ലേ. എനിക്കിപ്പോ മദ്യപിക്കണം. നീ നകുലിനെ വിളി. ജീവിക്കാൻ ഒരു ടാസ്ക്. നന്നായിട്ട് കുലുക്കി വെള്ളം ചേർത്ത് കുടിക്കാനാ പറഞ്ഞത്. എടാ, ഇത് പൊട്ടിച്ചൊന്നും തന്നെ. ഞാൻ പൊട്ടിക്കാം. എന്നാ പിടി. വേഗം പൊട്ടിച്ച. എടാ, ഗ്ലാസ് വാങ്ങിയോ? ഇല്ല, അത് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തല്ലേ. സോറി. വേറെ സാധനം വാങ്ങിട്ടോടാ. കുടിക്കടാ, തീർത്തോ. ഇനി ആർക്കെങ്കിലും പാടാൻ താല്പര്യമുണ്ടോ? അവരിവിടെ വന്നോ? ഇതെന്താടാ പച്ചവെള്ളോ? ഇത്രയും അടിച്ചിട്ട് ഫിറ്റ് ആവുന്നില്ലല്ലോ. ആദ്യമായിട്ട് കുടിക്കുന്ന ആൾക്ക് 2 എണ്ണം കുടിച്ചാൽ മതി ഫിറ്റ് ആവാൻ അയാൾ പറഞ്ഞത്. ഹലോ മോനെ, എന്തായി ഷാജി സാറിന്റെ പുതിയ വിശേഷം? എടാ, അങ്ങനെ ഇവിടെ പാട്ടുപാടുന്ന ഇടയില് നാക്കൊക്കെ കൊഴിഞ്ഞ് തലറിഞ്ഞ് വീണ്. ഇവിടെ ഒരുത്തനൊരു പാതി കുപ്പിയായി അടിക്കുന്നത്, ഇതുവരെ ഫിറ്റ് ആയിട്ടില്ല. കുടിച്ചിട്ട് ഫിറ്റ് ആയില്ലേ? ആടാ, ഇവിടെ ഇരിപ്പുണ്ട് വരുന്നല്ലേ ഫിറ്റാ. പക്ഷെ ഇയാളിതോട് വെറുതെ ഫിറ്റ് ആയല്ല. എടാ, അപ്പൊ അവരോട് അടിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് ആവുന്നത് ഷാജി സാറാണ്. ആണ്. അയാള് ഫിറ്റായ? എടാ, നമുക്ക് ഇത് വെച്ചൊരു കളി കളിച്ചാലോ? ചേട്ടാ, ഒരു കുപ്പി മദ്യം. മദ്യം? മദ്യോ? മോനെ ബ്രാൻഡ് പറ മോനെ. ബ്രാൻഡ് അത് ഒരാളെ കൊണ്ട് കുടിപ്പിച്ച് കുറച്ച് സത്യം പറയണം. അതിന് പറ്റിയൊരു മെഡിക്കൽ ഷോപ്പാണ് ഇതേതാടാ ബ്രാൻഡ്? പാവോ, എനിക്കിതിന്റെ ഫിസിക്സ് ഒന്നും അറിയില്ല. ഞാൻ പണിയെടുക്കണേ. അല്ല, എന്നാലും വിശ്വസിക്കാൻ പാടാ സംഭവം. ഇത് വിശ്വസിക്കാൻ പാട്. ഇവിടെ നടക്കണ ബാക്കി കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. സാർ, അവസാനമായിട്ട് ചോദിക്കാം, ആ ഡൈസ് എവിടെ? തരില്ല. നകുലേ, കുപ്പിയാറ. എന്നെ കുടിപ്പിച്ച് നേടിയെടുക്കാനാണ്. കാണാം. പറ സാറേ. പറയില്ല. എനിക്ക് മനസ്സിലായടാ. എന്നാലും ഞാൻ ഡൈസ് തരില്ല. അതെ,
உண்மையதான் சொல்லுவான். எரிது பொழுது போயிடும். அவ்வளவுதான் மாட்டேன். നീയൊക്കെ കൂടി ഇയാളെ കൊന്ന ഇയാളെ ചത്ത രഞ്ജിത്ത് സാർ തിരിച്ച് ഓടി കയറുന്നേ പേടിപ്പിക്കാറ പുല്ലേ ജീവനുണ്ട് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. എടാ ഇവൻ എലി വിഷം അടിച്ച മിണ്ടാതിരിയാതെ എന്തേലും ആയിക്കോട്ടെ. വെറും വയറ്റ് മദ്യം ഷർബത്ത് ഷമീൽ. ഇല്ല സാർ, പക്ഷെ ഇവൻ അടിച്ച സമയത്ത് ഇല്ല, അങ്ങനെ കള്ളുകൂടിയൊന്നുമില്ല. ആരും മദ്യപിക്കാറില്ല. ആൽക്കഹോൾ പോയിസണിങ്ങിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, പക്ഷെ ആൽക്കഹോൾ ഇല്ല. എന്താ ശരിക്കും സംഭവിച്ചത്? സാറേ, പുള്ളി ഉറക്കണീറ്റപ്പോ കട്ടിലിൽ നിന്ന് തല ഇറങ്ങി താഴെ തലയിടിച്ച് ബോധം പോയത്. അൺലക്കി ലാഡ്. സോ സാഡ്. സാറേ, പുള്ളിക്കാരൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ പറയുന്ന പോലെ തലയിടിച്ച് വീണപ്പോൾ ബോധം പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. കോംപ്ലിക്കേഷൻ അതല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്ക് എപ്പോൾ ബോധം വരുമെന്നോ ഇനി സ്വബോധം തന്നെ തിരിച്ചു വരുമെന്നോ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? രഞ്ജിത്ത് സാറിന്റെ ബോഡിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അയാൾ അറിഞ്ഞാണ്ടല്ലോ നമ്മൾ ചത്ത്. എടാ, അതിലും വലിയ പ്രശ്നമുണ്ട്. ഷാജി സാറിന്റെ ഈ അവസ്ഥ രഞ്ജിത്ത് സാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഡൈസ് കിട്ടിയാലും അവരവരുടെ ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ അയാൾ സമ്മതിക്കില്ല. ഇനി ഒരു ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും രഞ്ജിത്ത് സാർ ഇതൊന്നും അറിയാതെ നോക്കണം. ഷാജി എവിടാ? ഷാജി 2 ദിവസമായിട്ട് കാണാനല്ലേ? കാണാനില്ല എന്ന് നമുക്കറിയാം. നിന്റെയൊക്കെ പരങ്ങളി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീയൊക്കെ എന്ത് ചെയ്യുന്ന ഒരാളെ? ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ പേടിച്ച് എവിടെയെങ്കിലും ഓടിയതാവും. സാറേ, റെക്കോർഡ് ഒപ്പിട്ടില്ല സാറേ. ജിതിനെന്ന് എഴുതി ഒപ്പിട്ടേക്കുന്നേ. നീയൊക്കെ കൂടെ എന്താ എനിക്കിട്ട് ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മോനെ, ആ ഡൈസ് കിട്ടിയില്ല നീയൊക്കെ തീരും. ഫോൺ എടാ, ലെഫ്റ്റിൽ നമുക്കൊരു സാധനം കൂടെ. ഇത് ഡാൻസ് പ്രാക്ടീസാ, കേറാൻ പറ്റില്ല. ഇങ്ങനെ കുണുങ്ങി നടക്കാതെ ഒന്ന് അനങ്ങി നടക്ക ജിതിനെ. അടിപൊളി. അല്ല, ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും സമ്മതിച്ചോ? ഞാനിപ്പോ വിളിക്കാം. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. താൻ എന്താ ജിത്തിനെ പ്ലീസ് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. അതിന് നീ ഏതാടി വെച്ചേ? ഇയാളൊന്ന് പുറത്തു പോയേ. നീ അത് ടോക്സിക് ആടാ. ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണല്ലേ, ഒരു മിനിമം മര്യാദ കാണിക്കടാ. നിന്നോട് ക്ലാസ്സിൽ നിന്ന് മാറാനല്ലേ പറഞ്ഞുള്ളൂ. അവൻ ഇത്ര ഷോ വേണ്ട. ഇതിനൊന്ന് പുറത്തു പോയേ. യഥാർത്ഥ വിടുസാറേ, അവൻ എന്തെയും നോക്കാലോ. ഇവനെന്താ ഭ്രാന്ത? ജീവിക, ഈ റെക്കോർഡ് ബുക്ക് എടുത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവച്ചേ. സാറേ, ബാക്കിയുള്ളവർ പറയുന്ന പോലെ അത്ര ടോക്സിക് ഒന്നും അല്ല ഞാൻ. എന്തോ കാര്യമായിട്ട് സംസാരിക്കണ്ടല്ലേടാ. പിന്നെ നിൽക്കുന്ന മരപ്പാഴുകൾ കാരണമാണ് ഞാൻ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്. നമ്മുടെ ഈ അവസ്ഥയിൽ അവൾ എന്തെങ്കിലും സാറിനോട് ചോദിക്കാൻ വന്നാൽ സാർ ഒന്ന് ഡീൽ ചെയ്തേക്കണം. എന്താ സാറേ? സാർ, നമ്മളെല്ലാം ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ സാർ? ഒരേ പാത? നിന്റെ പ്രേമം നന്നാക്കലല്ല എൻ്റെ പണി. സാർ, അങ്ങനെ പറയരുത് സാർ. ശരി, ഞാനൊക്കെ നാളെ വരെ സമയം തരാം. അതിലുള്ള ഡൈസ് ഉണ്ടെന്നല്ലെങ്കിൽ എന്തോന്ന് ചോദിച്ചാലും ഞാൻ വായ തോന്നിയൊക്കെ വിളിച്ചു പറയും. എന്താടാ എന്താ പറഞ്ഞേ? എന്തൊരവസ്ഥയുടെ അത്? എന്തെങ്കിലും എനിക്കൊന്ന് അനുകൂലമായിട്ട് സംഭവിക്കണ്ടേ? അയാൾ അലമ്പാക്കിയാ കാണും. ഹലോ. എടാ ജിതിനെ, ഷാജി സാറിന് ബോധം വന്ന്. അതിനിപ്പോ അതിനിപ്പോ എന്താണോ? എടാ, ആൾക്ക് ബോധം വന്നതിന് നിന്റെ പ്രശ്നം മൊത്തം തീർന്നില്ലേ? എന്നാ നീ സാറിനോട് ചെന്ന് ചോദിക്കും. സാറേ, ദയവായിട്ട് ആ ഡൈസിങ് തരാൻ. ഇനിയിപ്പോ എന്താ, ഞാൻ ചോദിക്കാം. ഷാജി സാർ, ദയവായിട്ട് ആ ഡൈസുകളും തിരിച്ചു തരാമോ? അത് കിട്ടിയിട്ട് നിനക്കൊക്കെ എന്നെ കൊല്ലാനല്ലേ പട്ടികളെ? എടാ സാറേ, അത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്നെ കൊല്ലാനുള്ള പട്ടികളെ എന്ന് ചോദിച്ചു. നീ വെച്ചിട്ട് പോടെ. എനിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? നീ പറ. നാളെ ഒറ്റ ദിവസത്തേക്ക് രഞ്ജിത്ത് സാറും ജീവികൻ തമ്മിൽ സംസാരിക്കരുത്. അതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? അയ്യോ, നാളെ ഡെമോടെയാ. അതിനൊന്നും ഇല്ല. അല്ല, എടാ, പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? പ്ലാനല്ല, ഒരു ശ്രമവും. അതിന്റെ ഡെമോ பாகுபலி அந்த
ட்ரெயிலர் கூட பார்த்தீங்களா? സാറേ സാറേ ആപ്പിള് സാറേ ഓറഞ്ചും ഉണ്ട് സാറേ. ആ ഡൈസ് എവിടെയാ സാറേ? ആ ഡൈസ് കൊല്ലാനുള്ള പുതിയ അടവായിരിക്കും അല്ലേ? അടവൊന്നുമല്ല സാറേ. ആ രഞ്ജിത്ത് സാറ് നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുവാന്നേ. എങ്ങനെ? അയാൾക്ക് അയാളുടെ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചു കയറണമെന്നില്ല. അതെനിക്കുമല്ലോ, താനല്ലേ പെട്ടുപോയത്. ഏതാവള്? എനിക്കാരും പേടിയില്ല. വാടാ. എടാ എനിക്കൊന്ന് അവനോട് പോയി സംസാരിക്കണം. മാർവൽ അവനോട് മാർവൽ സിറ്റിസിയാ ഫൈറ്റ് പോലുது. നല്ലടി കിട്ടും. മാറിക്കണം. ഇതുവരെ ഈ കോളേജിൽ ഒരുത്തനും 1 man show ഇറക്കിയിട്ടില്ല. ഇനി നീയായിട്ട് അത് ഉണ്ടാക്കാൻ അത് നമ്മളങ്ങ് മറക്ക. പക്ഷെ ഇനി നീ അഹങ്കാരം കാണിച്ച അതുമല്ല സാർ. സാർ ഇപ്പോൾ അയാളുടെ ഈ ശരീരമല്ലേ, അത് ഇച്ചിരിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. താൻ കൊണ്ടുപോയി നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. അവള് ജിത്തിനെ എന്നെ നോക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. നീ എന്നെ അടിച്ച നീ ഹീറോ, ഞാൻ നിന്നെ അടിച്ച നിനക്ക് 80. കൊള്ളാലോടെ മോനെ, നീ വീട്ടിൽ ഉണ്ടാക്കണ്ട. നീ നിങ്ങൾ അടിക്കാൻ വന്നല്ല, അടിച്ചിട്ട് പോയാൽ മതി. ആദ്യത്തെ അടി നീ അടി, ബാക്കി ഞാൻ നോക്കണം. ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. താൻ പറ. നിങ്ങൾ കൊണ്ടുവന്ന പേഷ്യന്റിന്റെ ബ്ലഡ് റിസൾട്ടാണിത്. വെരി ഹൈ കൗണ്ട് ഫോർ WBC ആൻഡ് വെരി ലോ കൗണ്ട് ഫോർ RBC. ഇത്രയും നടന്നു വെച്ചിട്ട് ഇനിയുള്ള കാലം സാറ് ഞാനായിട്ട് ജീവിക്കേണ്ടി വരും. എനിക്കതൊരു കുഴപ്പമില്ലെങ്കിലോ? തൻ്റെ ഈ കഥയൊക്കെ കേട്ട് ഞാൻ പേടിക്കണമായിരിക്കും അല്ലേ? ഇതിന്റെ ഭാഗമായിട്ടായിരിക്കില്ല അപ്പൊ അന്നത്തെ കത്തിക്കുത്ത് നാടകമൊക്കെ. എന്റെ പൊന്നു സാറെ, കത്തിക്കുത്ത് ഒറിജിനലാണ്. ഞാൻ കയറി ബ്ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സാറ് മരിച്ചു പോയനെ. സാറെന്തിനാ അയാളെ കൊല്ലാൻ നോക്കിയത്? അതിന് ചത്തൊന്നുമില്ല. ആ പേഷ്യന്റ് മരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഒക്കെ കളി ഇപ്പൊ തീരും. ആ ഡൈസിന്റെ കിട്ടുന്ന ദിവസം നീയൊക്കെ ചാവും. നീയൊക്കെ കൂടെ എന്താ എനിക്കിട്ട് ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മോനെ, ആ ഡൈസ് കിട്ടില്ലെങ്കിൽ നീയൊക്കെ തീരും. അതുകൊണ്ടാണ് ഷാജി സാറെ ഞാൻ പറഞ്ഞത്, ആ രഞ്ജിത്ത് സാറിന്റെ കയ്യിൽ ഒരു കാരണവശാലും ഡൈസ് കിട്ടരുത്. കിട്ടിയാൽ അയാൾക്ക് അയാളുടെ ശരീരത്തിലേക്ക് കയറണമെന്നില്ല. ഞാൻ നിനക്ക് നാളെ വരെ സമയം തരാം. അതിനുള്ളിൽ ആ ഡൈസ് ഒന്നും തന്നില്ലെങ്കിൽ ആ കൊച്ചു എന്ത് പറഞ്ഞാലും ഞാൻ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. ஒரு இது தானே உடம்புல இருந்தா சேஃபா. DC versus Marvel செஞ்சிட்டாங்க. அது ஸ்மைல் கூட ஜோக்கர். എടാ എന്താ പറ്റിയേ? എടാ, ആ രഞ്ജിത്ത് സാർ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ബോഡിയിലേക്ക് തിരിച്ചു കയറണമെന്നില്ല. യഥാർത്ഥ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഈ ശരീരം മാറിയത് അയാൾക്ക് വീണ് കിട്ടിയ അവസര. അയാളിനെ ഉള്ള കാലം എന്റെ ഈ ശരീരത്തിൽ ജീവിക്കാൻ തന്നെയാ പ്ലാൻ. എടാ, ഡയസ് ഷാജി സാറിന്റെ കയ്യിൽ നിന്ന് ആ ഡൈസ് എടുക്കാൻ അയാൾക്ക് നമ്മുടെ സഹായം വേണം. എത്ര പ്രാവശ്യമാണ് അയാൾ മുഖത്ത് നോക്കി പറഞ്ഞത്, ആ ഡൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും തീർക്കുമെന്ന്. എടാ, അപ്പൊ നീ ഇത് ഷാജി സാറിനെ കാണിച്ചില്ലേ? ആ പൊട്ടനോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. എടാ, രഞ്ജിത്ത് സാറിന്റെ അടുത്ത് പാരാളെ അടിപൊളി. ഒരുത്തം പോലും അവിടെ നിന്നില്ലല്ലേ. ഇവിടെ രഞ്ജിത്ത് സാർ എന്തായാലും അവളോട് എല്ലാം പറഞ്ഞായിരിക്കും. അതാ ഇങ്ങനെ. ഇനി ഒറ്റ ഒരുത്ത് തന്നെ തടയരുത്. ബോഡി സ്വാപ്പിന്റെ കാര്യം എല്ലാം ഞാൻ അവളോട് പറയാൻ പോകും. സംസാരിക്കണോന്ന് ഒരു 10 മിനിറ്റ് എനിക്കിപ്പോൾ സംസാരിക്കണം. ചേട്ടനോട് ഡിവോഴ്സിന് നീങ്ങിക്കോളാൻ പറഞ്ഞല്ലേ? അയ്യോ, അതങ്ങനെയല്ല. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? നിങ്ങൾ ഞാനും ഡിഫറൻ്റ് ആയിട്ടുള്ള. ഇപ്പൊ തൊട്ട് എങ്ങനെ രണ്ടായി ചിന്തിച്ചു തുടങ്ങിയത്? നമ്മുടെ ഇങ്ങനെ നമ്മുടെ എന്ന് പറഞ്ഞ് കുറെ കാലം ഒരുമിച്ച് ജീവിച്ചല്ലേ? അല്ല, എന്നെ പോലെ എക്സൈറ്റിംഗ് അല്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇതാണോ ഒരു പ്രശ്നം? നിങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഞാൻ നിങ്ങളെ കിട്ടിയത്.
10 കൊല്ലം മുന്നേ എനിക്കതൊരു പ്രശ്നമല്ല, ഇന്നും എനിക്കതൊരു പ്രശ്നമല്ല. ശരിക്കും എനിക്കത് തെറ്റുപറ്റിയത്. എന്തൊക്കെ വന്നാലും നിങ്ങളെ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. എന്നോടൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാ. ഞാൻ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ്? ഇതെന്റെ കൊച്ചൊന്നുമല്ല. അവര് പോയോ? ഞാൻ ഷാജി സാറിന്റെ കൂടെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു കാര്യം സംസാരിക്കണമായിരുന്നു. വരൂ. താങ്ക് യു. കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ ഷാജി സാർ എൻ്റെ അടുത്ത്, അദ്ദേഹത്തിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പല ബാഹ്യശക്തികളുടെ ഇടപെടലുകളാൽ മനുഷ്യ മനസ്സുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. നമുക്ക് ചുറ്റും നടക്കുന്നത് എന്തെന്ന് നമുക്കറിയില്ലല്ലോ. ജോലിയിലെ പ്രശ്നം, കോളേജിലെ പ്രശ്നം, ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം, ഇതൊക്കെ തന്നെയല്ലേ. അന്നൊക്കെ അയാൾ എന്നോട് സംസാരിക്കായിരുന്നു. നമ്മളോട് സംസാരിക്കുന്ന ആളോട് ഒപ്പമുണ്ട്, ഒറ്റയ്ക്കല്ല എന്നൊക്കെ ഉറപ്പ് കൊടുക്കായിരുന്നു. എന്തൊക്കെ വന്നാലും പിരിയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം അതും തീർന്നു. ഒരു കുഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നമായിരുന്നു. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചു തന്നെയാ. എന്നിട്ട് ഞാൻ അയാളോട് നല്ലത് പറഞ്ഞപ്പോൾ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? ഈ കുട്ടി അയാളുടെ അല്ല എന്ന്. ഇത് ഞാൻ എങ്ങനെ? ഇനി എനിക്ക് അയാളെ കാണണ്ടെന്ന് പറഞ്ഞേക്ക്. ശോഭ, എന്നോട് ക്ഷമിക്കും. ഞാൻ അതിന്റെ ഷാജി. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷാജിയാണ് മോളെ. ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തോളാം. ഒരു കളി ജിതിൻ മോനെ, ഞാൻ ഡൈസ് തരാം. പക്ഷെ എനിക്ക് എന്റെ ബോഡി കിട്ടുമെന്ന് ഉറപ്പാണ്. അതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എനിക്ക് എന്റെ കുടുംബം വലുത്. ഇയാളെ വിശ്വസിക്കാമോ? എനിക്ക് എന്റെ ഭാര്യനെ കാണണം. ഒരു കാര്യം എനിക്കറിയാനുണ്ട്. ഇത്ര ഓടിയോണ്ട് ചോദിക്കും, ആ ഡൈസ് അവിടെ കൊണ്ട് വെച്ചേ. അതാ പട്ടിയുടെ ബെൽറ്റിന്റെ ഇടയിൽ തിരികെ വെച്ചിട്ടുണ്ട്. രഞ്ജിത്ത് സാർ അറിയാതെ നമ്മൾ ഈ കളി തീർക്കണം. അതിനാദ്യം അയാളുടെ കയ്യിൽ നിന്ന് താക്കോല് സംഘടിപ്പിക്കണം. ആ താക്കോൽ എങ്ങനെ തിരിച്ച് അയാളുടെ കയ്യിൽ തന്നെ എത്തി? ഞാൻ കൊടുത്തത്. ചുമ്മാ അങ്ങോട്ട് കൊടുത്തോ? കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ധാരണയില്ല. ഓക്കെ, ഇപ്പൊ ഇനി എന്താ നമ്മുടെ പ്ലാൻ? എടാ, വളരെ സിമ്പിളാണ്. ഷാജി സാർ ഡൈസ് തരാമെന്ന് സമ്മതിച്ചു എന്ന് രഞ്ജിത്ത് സാറിനോട് പറയണം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ബോർഡും താക്കോലും കിട്ടിയാൽ മാത്രമേ ഷാജി സാർ ഡൈസ് തിരിച്ചു തരുമെന്നും പറയണം. അയാളുടെ കയ്യിലിരിക്കുന്ന താക്കോൽ ഒറിജിനലാണോ എന്ന് ഉറപ്പുവരുത്തുന്ന സമയത്ത് നിങ്ങൾ അയാളെ പിടിച്ചു നിർത്തണം. എടാ, ഒന്ന് ചെയ്യടാ. അപ്പൊ ഷാജി സാർ എനിക്ക് ഡൈസ് തരുന്നു, നമ്മൾ കളി അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ വെച്ചാടാ നമ്മുടെ ഇത് പോയാൽ ഇനി ഒരു ചാൻസ് ഇല്ല. കോളേജ് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ആരും വരെയില്ല. എന്റെ കയ്യാണത്. എന്താ കൊള്ളസംഖ്യ? സാറേ, ബോർഡും ഡൈസും റെഡിയാണ്. സാറാ താക്കോലും എടുത്തേ. എടുക്ക് സാറേ, സമയമില്ല. സെറ്റായി സാറേ. തന്റെ സകല കളികളും ഷാജി സാറേ, ആ ഡൈസും എടുത്തേ. മറ്റേതവിടെ? മറ്റേത് ഡൈസ് അല്ലത്? അത് സാറിന്റെ കയ്യിലാന്നേ. എന്റെ കയ്യിൽ ഒരു ഡൈസ് ഉള്ളൂ. ചോദിച്ചപ്പോ മനസ്സിലായില്ലടോ, അത് 2 ഉണ്ടെന്ന്. എടോ, ഡൈസ് എന്ന് പറഞ്ഞാൽ ബഹുവചനം. മണ്ടം കൊണാപ്പി. എടാ കാട്ടുകളി, ഏകവചനം ബഹുവചനം ഡൈസിന് ഒന്നാടാ, ഒന്ന്. ഡൈസ് ഈസ് ആൻ ഇറഗുലർ പ്ലൂറൽ. പ്ലൂറൽ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഒരാളെ തരാൻ പോലുള്ളൂ. കളയത്തിക്കാം, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. നമ്മുടെ പ്ലാനാ?
പറയുന്നതായിട്ടില്ലേ? നീ എനിക്ക് പണിയുമായിരുന്നല്ലടാ. വെറുതെ ഇയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറയണാണ് സാറേ. ഞാൻ കുത്തിത്തിരിക്കണം. അല്ല, ഞാൻ തന്നെ മരിക്കാം. തന്റെ കുഞ്ഞ് തന്തയില്ലാതെ വളരുന്ന എനിക്കൊന്ന് കാണണം. പിന്നെ ആ ഡൈസ് എവിടെ പോയി? അവനും പോയി, ബോർഡും പോയി. இப்போ 2 தான் இருக்கு டைஸ். ആ രണ്ടാമത്തെ ഡൈസ് ഇട്ടാ അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കാണിക്ക്. പ്രിന്റ് பண்ணாங்க. എടാ, ആ രണ്ടാമത്തെ ഡൈസ് ഇപ്പൊ കാഡ് ലാബിലാണ്. என்ன டான்ஸ்? அதான் இவங்க பிராக்டிஸ் பண்ணி கேரக்டர் விட்டு வெளியே வர மாட்டேன். விஜய் ஸ்டெப்பா? விஜய் ஸ்டெப் தாம் தக்க தீம் அது வந்து இருக்குடா. ഉറപ്പാണ് ഇതിനകത്ത് തന്നെ വീടാന്ന്. എടാ, ഇവിടെ വെച്ച് തന്നെയാണ് ഒരെണ്ണം മിസ്സായത്. നിങ്ങളിത് അവിടേക്ക് ഒന്ന് നോക്കി. செகண்ட் டேஸ் ஆல்ரெடி எடுத்து வச்சிட்டான்னு நினைக்கிறேன். இதுல காட்டாங்க இது. നിങ്ങൾ ലൈറ്റ് ഇവനെ അങ്ങനെ നോക്കിക്കോളാം. இது ஜஸ்டிஸ் லீகா இப்போ வந்து ஜாக் ஸ்னைடர் ஜஸ்டிஸ் சூப்பர்மேன். ஆமாடா. ஃபிளாஷ் பேட்மேன் வண்டர் உமன் தான் இல்ல. மகாபாரதமா? ஃபிளாஷ் பேட்மேன் டீம் போட்டான். அவரை வச்சிருக்காரு இல்ல இது எப்படி அங்க போச்சு? அது அங்க விழுந்துட்டு இருக்குடா. எங்கடா அவரு? அவங்க போயிட்டாங்கல்ல, இது போர்டு எடுத்துட்டு வெளியே போயிட்டாங்க. சூப்பர்மேனா? அவரு பாட்டில் எடுத்து போயிட்டு கீழே போட்டுருக்கோம். 3 இருக்கா? எல்லாமே இருக்குல்ல? எல்லாமே இருக்கு. கீபோர்டு டைஸ். സാറേ, ദേവി ഇത് പ്രശ്നം ഉണ്ടാക്കി കളി അവസാനിപ്പിക്കട്ടെ. குடிச்சிட்டோம். എന്നൊന്നും ചെയ്യരുത്. എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്. എനിക്കതിനെ കാണണം. അതെന്നെ ഇങ്ങനെ കണ്ടാൽ പറ്റില്ല. തടുത്തു, ഇതൊന്ന് തീർക്ക് പ്ലീസ്. നേരിയൊരു പ്ലീസ് ഒന്ന് തീർക്ക്. കിടന്നൊക്കെ അഞ്ചാളടാ. പ്ലീസ് പ്ലീസ്. வெட்டிட்டாரா?
നീ തീർക്കണ്ട, ഞാൻ തീർക്കാം. அவர் முடிக்கிற நிலைமையில இருக்கிறாருல, அவர் உள்ள போயிட்டார்ல அவரு. மூணு போட்டாரா? இப்போ அவர் உடம்புல இருக்கிறது அவர் கீழே விழுறதுக்குள்ள ஸ்விட்ச் ஆயிடும் போல. அதான் சூரஜோட இது வந்து அவருக்குள்ளேயே வந்துடும். கேம் முடிஞ்சதும் இல்லையா? செம்மடா. അതേപോലെ എസ്കേപ്പ് ആയിട്ട് ഞാനാടാ. ശരിയാ എടാ, ഓക്കെയാണോ? കുഴപ്പമില്ല. സാവലിയാ ഇപ്രാവശ്യം എന്ത് പറ്റിയതാ? ജസ്റ്റ് ഒരു 30 തല പിന്നെയും വളരെ മൈന്യൂട്ടായിട്ട് നടിച്ചേ. ഒരു 40 പറയും. ഇയാൾക്ക് മന്ത്ലി ഒരു പ്രത്യേക ടൈപ്പ്. അൺലക്കി ലാഡ്, സോ സാഡ്. ഇയാൾക്ക് ഇനി എപ്പോ ബോധം വരുമെന്നോ? സ്വബോധം ഇനി വീണ്ടെടുക്കാൻ പറ്റുമെന്ന് തന്നെ പറയാൻ പറ്റില്ല എന്നല്ലേ? കറക്റ്റ്. മെഡിസിൻ പിടിക്കണം. അല്ല, അന്നത്തെ ഫോളും ഇന്നത്തെ ഫോളും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കണ്ടീഷൻ സെയിം തന്നെയാ. എന്തായാലും നോക്കാം. പോട്ടെ. ഷായി സാറ് പറഞ്ഞ കറക്റ്റാടാ. ഡൈസിന്റെ സിംഗുലറും പ്ലൂറലൊക്കെ. ഓ, അപ്പൊ ഡൈസസ് അല്ല. അല്ല, ഗ്രാമർ തെറ്റിയാറിന് ഒരാളോടെ ബോധമില്ല, ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അടുത്ത് പറ ചേട്ടാ. 4 ജിതിൻ, ആ, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ലസ്സിങ് കൊണ്ട് വന്നാൽ മതി. പുതിയ ഹെയർ സ്റ്റൈലൊക്കെയാണല്ലോടാ. അപ്പൊ പുതിയ പണി. നീ എന്താ പറയാൻ വന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ബ്രേക്കപ്പ് എന്നായിരിക്കും, ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടെ കൊടുക്കാമെന്നായിരിക്കും. പക്ഷെ എന്തൊക്കെയായാലും ഞാൻ പറയണമെന്ന് നീ കേൾക്ക്. നീ പറഞ്ഞാൽ ശരിയാ, ഞാൻ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ഇപ്പോഴും അല്ല. ഞാൻ അതിന് വേണ്ടി കുറേ ട്രൈ ചെയ്തായിരുന്നു, എന്തൊക്കെയോ അതിന് വേണ്ടി കാണിച്ചു കൂട്ടി. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരാളെ കണ്ടത്, ഞാൻ കണ്ടതിൽ വെച്ച് ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്ത ഒരാൾ, ഒരൊറ്റ കാര്യം പോലും തനിക്ക് അനുകൂലമായി സംഭവിക്കില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരാൾ, അയാൾ ജീവിച്ചാലും മരിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാൾ. പക്ഷെ ഭാഗ്യത്തിന് അയാൾക്ക് ഒരു അവസരം കിട്ടി. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം, അയാൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്താണോ അത് മറച്ചു വെച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാനൊരു കാരണമുണ്ട്. ഈ ലോകത്ത് എനിക്കുള്ള ആ കാരണം നീയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതങ്ങനെയൊന്നുമല്ല. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെന്താണോ അത് ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പറയാൻ പറ്റും. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ നീയും കണ്ടെത്തും. എന്നെ പോലെ എക്സൈറ്റിംഗ് അല്ലാത്ത ഒരാളെ ഞാൻ കണ്ടെത്തും. പിന്നെ ഊള ലിജോ അല്ല കേട്ടോ നിന്റെ ആള്. നീ ഇത്രയും പ്രാക്ടിക്കലായിട്ട് എന്നോട് ആദ്യമായിട്ടാ സംസാരിക്കുന്നത്. ആണല്ലേ? ഈ പറഞ്ഞു വന്ന അവന്മാരോടൊക്കെ പോയി. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താടാ അവള് പറഞ്ഞേ ഞാൻ ഭയങ്കര മെച്ചോർഡാണെന്നും ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നും. എന്തൊരു തുണച്ചിയാടാ, പോയത് നന്നായി. അല്ല, അവള് പറഞ്ഞത് ഞാൻ നേരത്തെ അടിപൊളിയായിരുന്നേ കൊള്ളായിരുന്നു. നേരത്തെ അതാ മറ്റേ പറഞ്ഞല്ല. ഏത് എടാ, അങ്ങനെയാണ് സൂപ്പർമാനെ വിളിച്ചിറക്കി ഭൂമി തിരിച്ചിറക്കി ടൈം ട്രാവൽ ചെയ്ത് ഒന്നുകൂടെ അവളെ കണ്ടുകൂട്ടി പ്രേമിച്ച്. എങ്ങനെയുണ്ട്? പല്ലിളകിയിരിക്കുക. എടാ, നിനക്ക് ഓർക്കാം ശല്യമായി തുടങ്ങണം മിണ്ടായി. പക്ഷെ ഇതിലും ഭേദം മറ്റായിരുന്നു കേട്ടോ. ഏതാ 24-ലെ സൂര്യയുടെ വാച്ച്. ഡോക്ടർ വിളിക്കുന്നു. ഈ ഡോക്ടർ എടാ രഞ്ജിത്ത് സാറിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന അവിടുത്തെ. ഓ, അയാളാ. ഹലോ, ആ ഡോക്ടറെ. ഹലോ മിസ്റ്റർ റംസാദ് അല്ലേ? കേൾക്കാമോ? ആ പറഞ്ഞോ, കേൾക്കാം. അതെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ പേഷ്യന്റ് ഇല്ലേ, അയാൾ പോയി. ചത്തല്ലേ? അപ്പൊ ഡോക്ടറെ അപ്പൊ അന്ന് പറഞ്ഞതിനോട്ട് കിഡ്നി സ്പെയർ പാർട്സ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുത്തിട്ട്. നോൺസെൻസ്. അയാൾ മരിച്ചെന്നല്ലോട് പറഞ്ഞത്. അയാൾ ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. ഹലോ, കേൾക്കാമോ? ഹലോ. களம் படக்காலம். படைக்களம் தானே பேட்டில் ஃபீல்ட். படக்காலம் மலர் தேடி வரும். நீ அப்படி சொல்லு, அவங்க கேட்பாங்க. காலம்னா இதுதானே டைம். போர்க்காலம் அந்த மாதிரி பேட்டில் ஃபீல்டு போட்டுக்கிறாங்க. பட் ஆனால் படம் வேற லெவல்.
இது மற்றவங்க எப்படின்னு தெரியல, அந்த ரெஃபரன்ஸ்லாம் நம்மளுக்கு கனெக்ட் பண்ணும்போதுலாம் வேற லெவலில் இருந்துச்சு. டிசி காமிக்ஸ்லாம் பார்த்துருந்தான். மார்வல் தான் அடி வாங்கினாங்க. டேரக்டர் பயங்கரமாக டிசி ஃபேன் பொழுது அது சூப்பராக ஒரு எக்ஸ்ட்ரா லேயராக யூஸ் பண்ணியிருந்தார். அது வந்து தெரியாதவங்க பார்த்தா கூட படம் புரியும், ஆனால் அது எக்ஸ்ட்ரா லேயராக பார்க்கும்போது நுவான்சஸ் எல்லாம் கரெக்டாக பண்ணியிருந்தாங்க. அந்த நீ எல்லாத்தையும் பார்த்து கிரீன் லேண்டர்ன் மட்டும் தான் ஒரு மாதிரி லைட் க்ளோ ஆகும். ஆமா ஆமா ஆமா, சூப்பரா பண்ணியிருந்தாங்க. அதெல்லாம் எக்ஸ்பெக்ட் பண்ணவே இல்லை. அதுதான் டர்னிங் பாயிண்டே சொல்ல போனா படத்துல. அவனுங்க அது மட்டும் கரெக்டா எக்ஸிக்யூட் பண்ணியிருந்தானு டவுட் வந்திருக்காது, இவன் தான் பண்ணியிருக்கான்னு தெரிஞ்சிருக்காது. திரும்பி அவங்க 3 பேர் வந்தவனே கன்ஃபார்ம் பண்ணிட்டாரு. ஆனா அவர் தான் கொஞ்சம் காமெடி பண்ணுவார்ல, இதுலயும் அனிமேட்டட்லயும். ஆமா, அதுவும் இல்லாம எல்லாம் வந்து கரெக்டா இருந்தது. பேட்மேன் வந்து அந்த பசில் அந்த டிரான்ஸ்லேஷன் பண்ணது வந்து பேட்மேன் சட்டை போட்டுருந்தவர். சரி, பிரெப் டைம் காமிச்சாங்க பத்தியா, 2 days 2 weeks பேட்மேன் தான் பிரெப் டைம் எடுப்பார்ல, அதெல்லாம் பக்கம் எடுத்துட்டு ஓடுனது ஃபிளாஷ். கொஞ்ச நேரத்துக்கு அந்த கேரக்டரே இல்ல பாத்தியா, அவர் ஓட்டாரு, அவர் பேக மாட்டி போயிட்டாரு, வண்டி எடுத்துட்டு போயிட்டாரு. ஃபிளாஷ் வரும். வந்து சூப்பரா கொஞ்ச நேரத்திலே கனெக்ட் பண்ண ஆரம்பிச்சிட்டாங்க. காமெடி சூப்பர் நேச்சுரல்ன்றது எனக்கு என்னன்னா, நீங்க சொன்ன மாதிரி அந்த ப்ரொலாங் போட்டாங்க பத்தியா, ப்ரொலாக் அது வந்து புரியல அந்த அளவுக்கு சர்ன்னு போயிடுச்சு. வந்து இந்த பையனோட லவ் ஸ்டோரி அப்படின்னு என்னடா அப்படியே போர் வச்சு கொஞ்சம் கொஞ்சம் போக போக அந்த ரிவீல் பண்ண 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 அது அப்படியே தூக்கிட்டு போயிடுச்சு. அங்க ஃபன் அங்கங்க காமெடி வச்சிருக்காங்கடா, காமெடினால தான் மேஜரா ஒர்க் ஆயிருக்கு. அழகா ஒரு காலேஜ் எடுத்துட்டு அந்த காலேஜ்ல சூப்பரா முடிச்சாங்க ஒரு ஸ்டோரி. இவ்வளோ பெரிய ஸ்டோரி, புரியாது காம்ப்ளிகேட்டடா ஸ்டோரி இது. கொஞ்ச நேரத்துக்கு வந்து சுராஜ் பேசும்போது சுராஜ் தான் பேச இருந்துச்சு, ஆனா இல்ல அந்த பையன் தான் பையன் பேசுறான். ஆனா அந்த 3 பேருமே வந்து சொல்லி ஆகணும். ஏன்னா ஃபர்ஸ்ட் ஹாஃப் வரைக்கும் அவங்களோட கேரக்டருக்கான பாடி லாங்குவேஜ், அதோட ஆட்டிடியூடு, வாய்ஸ் டோன்ஸ் அதெல்லாம் வச்சிருக்காங்க. ஷராஃபுதீன் 3 பேர் அப்படியே அந்த மாறினக்கு அப்புறம் அவங்க தான் நடிக்கிறாங்க. ஆனா அந்த பையனோட கேரக்டர் பாடி லாங்குவேஜ் இப்போ அந்த ஜித்தின் பையன் எடுத்து வச்சுக்கேன், அவன் ஒரு மாதிரி பயந்தாங்குழியாவே இருந்தான், நடக்குது கால. ஆனா இவரு ரஞ்சித் வந்ததுக்கு அப்புறம் பார்த்தோன்னு வச்சுக்கோங்க, அவனோட ஆட்டிடியூடே அப்படியே மாறிடுச்சு. அப்புறம் என்ன பண்ணிருக்காங்கன்னா எல்லாருமே வந்து மொத்தம் கேரக்டரை நல்லா அடாப்ட் பண்ணி சூப்பரா அதுக்கப்புறம் வந்து படத்தை ஆரம்பிச்சிருக்காங்க. அதே மாதிரி வந்து பார்த்தோன்னா சுரேஷ் வந்து ஸ்டார்டிங்லயே அவர் ஸ்டார்டிங்லயே ஒரு காமெடி இருந்தாரு, செகண்ட் ஹாஃப்லயே ஒரு காமெடி இருந்தாரு. ஆனா அந்த 2 காமெடி டிஃபரன்ஸ் இருந்துச்சு. ஆக்டிங் செம்ம ஆக்டிங் சூப்பரா இருந்தது. என்ன பையன் ஆக்டிங் தான் ரொம்ப, ஜித்தினோட ஆக்டிங் செம்ம இருந்துச்சு. அந்த ப்ரொஃபஸரோட ஆக்டிங் செம்மையா பண்ணியிருந்தான். அதெல்லாம் அப்பப்போ அந்த சிரிச்சதை வச்சு அந்த சீன் எக்ஸ்போர்ட் பண்ணுவாங்க, எல்லாத்துக்கும் ஒன்று வச்சிருக்காங்கடா சூப்பரா. நம்ம இந்த ஃபேமிலி டூரிஸ்ட் ஃபேமிலி பார்க்கும்போது முன்னாடி நடக்கும், அதுக்கப்புறம் பின்னாடி வந்து வச்சு அந்த மாதிரி அந்த 3D பிரிண்டர் முத கொண்டு சூப்பரா வச்சிருந்தானுங்க. ஸ்டார்டிங்ல காட்டிட்டாங்க 3D பிரிண்டர்லாம் வச்சிருக்காங்க. எனக்கு டவுட்டா இருந்துச்சு 3D பிரிண்டர், ஆனா அந்த இது அப்படிதான் இருந்தது. அந்த ரிப்பன் வயர்லாம் அது சூப்பரா வந்து கனெக்ட் பண்ணிட்டு வந்தது. எதுமே வேஸ்ட்னு சொல்ல முடியாது, சீன்ஸ் எதுமே வேஸ்ட். படம் 2 ஹவர் போனதே தெரியல, பரபரன்னு போச்சு. கிளைமாக்ஸ் அதுக்கு ஏத்த மாதிரி எங்க கொண்டு போய் கடைசில அவர் வேற இப்போ தப்பிச்சு போயிட்டாரு. ஓபன் எண்டிங் பார்ட் 2 க்ளீன் பண்ணிறாரு. அவருக்கு போய் அந்த புக்க தேடுவார், அந்த எரிச்சிட்டாங்க. அது இரும்பு போலது, அது எப்படி எரியும்? அதான் கையை கிழிக்குது. எத்தனை ஜுமாஞ்சி பாத்துருப்போம், எல்லா வாட்டியும் அது ஒரு வாட்டி ஒரு புக் பீச் ஓரமா வந்து வந்து கிடக்கும் அந்த மாதிரி. ஆனா அதையும் வச்சிருந்தாங்கடா படத்துல ஜுமான்ஜி ரெஃபரன்ஸ் அதான்டா சூப்பரா வச்சு கனெக்ட் பண்ணிருந்தாங்க. எல்லாத்துல இருந்தும் எப்படின்னா கொஞ்சம் கொஞ்சம் எடுத்து இதெல்லாம் பண்ணா காமெடியா இருக்கும், இதெல்லாம் பண்ணா இன்ட்ரெஸ்டிங்கா போகும், அதெல்லாம் எடுத்து ஒரு ஸ்கிரிப்டை எடுத்துட்டு வந்து வால்டர்மார்ட் கூட சொல்லியிருந்தாங்க பாத்தியா, அது கூட அவன் பண்றது வந்து ஆக்சுவலி என்னன்னா வால்டர்மார்ட் கூட நீ வந்து பாத்தேன்னு வச்சுங்க, ஹாரி பாட்டருக்கு வந்து அந்த நாகினியோட பெர்ஸ்பெக்டிவ் வந்து ஸ்டார்டிங்ல இருந்தே தெரியும், ஆனா அது வந்து தெரியாது, அது நாகினி தான் தெரியாது. ஆனா வந்து கரெக்டா அது லாஸ்ட் பார்ட்ல கொடுக்குற ஒரு நாகினி வச்சு அது சொன்ன வால்டர்மார்ட் அது வந்துச்சுடா. ஏன்னா அவனுக்கு ஸ்டார்டிங்ல அந்த விஷயம் தெரியும், ஆனா என்ன தெரியாது. போக போக தான் ஓ நம்மளோட இதுதான் ஹாக்ரிஸோட இது தெரிந்து போல அப்படின்னு இதுலயே வச்சிருந்தாங்க பத்தியா. கொஞ்ச நேரம் அவர் கண்ட்ரோல் பண்ணாரு, அதுக்கப்புறம் 2 பேரோட பெர்ஸ்பெக்டிவ் மாறி தெரிஞ்சது. வேற லெவல் விஷயம்லாம் செம்ம சூப்பர் இன்டர்வியூஷன், அது செம்மயா இருந்துதுடா. ரொம்ப நாள் கழிச்சு நல்லா ஜாலியான இது என்னன்னா இந்த படத்தெல்லாம் தியேட்டர் போய் பாருங்கன்னு யாரும் நீங்களே தியேட்டர்ல பாத்துருக்கீங்களா? எல்லாரும் ஓடிடில பாத்துட்டு பாருங்க பாருங்க. தியேட்டர்ல ஆடியன்ஸோட பார்த்தா வேற லெவல்ல இருந்துச்சு காமெடி. இல்ல இப்போ நம்மள
மாதிரி அந்த டிசி தெரிஞ்சவங்க, ஹாரி பாட்டர் தெரிஞ்சவங்க, அவங்க கூட உட்காந்து பார்த்துன்னு பாப் கல்ச்சர் வச்சுக்கேன் ரெஃபரன்ஸ். சூப்பரா செம்மையா இருந்திருக்கும். ஆனா எனக்கு என்ன ரொம்ப நான் ஒரு காலேஜ் எடுத்துட்டு அந்த அந்த செட்டு அந்த லொக்கேஷன்ல இந்த ஸ்டோரியை சூப்பரா இது பண்ணாங்க போடுறான். வேற எங்கேயுமே போகலடா, செலவு கம்மிடா, செலவு ரொம்ப கம்மி, ஸ்டோரியில தான் அவங்க சூப்பரா இது பண்ணி. விசில் மாதிரி சாம படம். அதான் நீ ஸ்டார்டிங்ல சொல்லியிருந்தல இன்ட்ரோ, அப்போ ரொம்ப நாள் கழிச்சு ஒரு காமெடி ஃபிலிம் பார்க்க போறோம்னு. ஆனா நாங்க இது வரைக்கும் நிறைய பாத்துக்கிறோம், ஆனா அந்த அளவுக்கு இல்லைன்னா கூட எப்படி சொல்றது டார்க் காமெடி அந்த மாதிரிலாம் சொல்லி நம்ம ரொம்ப மொக்க வாங்கிடுவோம். அந்த மாதிரி இல்லாம நல்லா என்டர்டைன்மெண்டா அந்த ஒரு வார்த்தை விட்டியே, என்னது இது வர எழுதி வச்சுக்கிறியா? இது என்னது? என்னதுடா இதை வச்சு என்ன தரப்ப? அது காட்டு, அது காட்டு. இது வந்து ஒரு எக்யூப்மெண்ட். இதை வச்சு இது வழியா ஒரு சப்ஜானர் ஒன்று இருந்தது. இதை வச்சு ஸ்க்ரூ தரலாம். ஸோ இப்போ புரிஞ்சிருக்கும். எனக்கு தெரிஞ்சு வந்து நல்ல மூவிடா இது. வந்து ஓஹோன்ற மூவியும் இங்க சொல்ல முடியாது சரியா. அழகா 2 hours நல்லா போய் என்ஜாய் பண்ணிட்டு வந்துருக்கோம். அதனால பில்டப் கொடுக்கல நம்ம பார்த்துட்டோம். ஏன்னா இது வந்து தியேட்டர் மெட்டீரியல், கன்ஃபார்ம் இது தியேட்டர் மெட்டீரியல். தியேட்டர்ல போய் பார்த்துருந்தா ஒன்றும் சூப்பர் செம்ம வேற லெவல்ல இருந்திருக்கும். நீ சொல்லு அந்த கமெண்ட் ஒன்று பச்சே என்னதுடா? இப்போ கூட சொன்னாங்க படக்காலம் வந்து நல்லா இல்லை ப்ரோ, அதுக்கு பதிலா நீங்க இந்த படத்தை ரியாக்ட் பண்ணுங்க. நம்ம கணக்கு நம்ம கரெக்டா இருக்கோமா இல்லை அவங்க கரெக்டா? இன்னும் இதான் கரெக்ட் பண்ணணும் படம்னா. உண்மையில எதுவுமே இப்போ அந்த டிசி ரெஃபரன்ஸ்லாம் வச்சாங்க. நம்மளுக்கு மார்வல் மூவி பார்த்தா தான் புரியும் படம் அப்படிலாம் எதுவுமே இல்லை. அது ஒரு எக்ஸ்ட்ரா லேயர். அழகா வந்து சூப்பர் நேச்சுரல் காமெடி. அந்த கார்னரை ஜஸ்டிஃபை பண்ணிடுச்சு. அந்த ஜோக்கர்னு காட்டினாங்க. ஒரு ஜோக்கர் நம்மளுக்கு ஓகே, இவர் ஒரு படத்துல அவர் ஒரு படத்துல அழகா மல்டிவர்ஸ். ஓகே गाइस, இது வந்து சஜஷன் வந்து தமிழ்ல பாத்தீங்கன்னா போகன்னு ஒரு படம் இருக்கு. ஜெயம் ரவி அரவிந்த் சாமி வச்சு. அது சேம் சூப்பர் நேச்சுரல் காமெடி இருக்கும், த்ரில்லர் இருக்கும். அதுலயும் இதேதான் பாடி இருக்கும், நல்லா இருக்கும். அதுவும் சூப்பரா இருக்கும், என்டர்டெய்னிங்கா. அதுதான் எங்களோட சஜஷன் போகன். பாருங்க, பார்த்துட்டு எப்படின்னு சொல்லுங்க. ஓகே गाइस, ரொம்ப நாள் நல்ல படம் பார்த்துருவோம். இது அப்புறம் எப்போ மாட்டோன்னு தெரியல. ஸோ மாட்டும் போது என்ஜாய் பண்ணலாம். இல்லை அதை சொன்னாங்களே ஒரு டிக்கெட்டுக்கு தான். இல்லை படக்காலம் பார்க்காதீங்க, கீழே ஒரு 4 மூவி கொடுத்துருந்தாங்க, அந்த படம் பார்த்தா தான் தெரியும். ஓகே, ஸோ நம்ம இன்னொரு வீடியோவில் இன்னும் நல்ல மூவி பார்க்கலான்றது. சரி, வெற்றி பரத் சைனிங் ஆஃப். சப்ஸ்கிரைப்.